ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ടെൻഡറും ജ്യൂസിയും അതുമാതിരി തന്നെ വെൽ ബാലൻസ്ഡുമായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനലിൽ ഏറ്റവും ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് എങ്ങനെ നമുക്ക് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും ടെൻഡറായിട്ടും നമുക്ക് ഗ്രില്ല് ചെയ്ത മാതിരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും ആ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഏറ്റവും ജ്യൂസി ആയിട്ടും ടെൻഡറായിട്ടും നമ്മുടെ ഫാൾ ഓഫ് ദ ബോൺ മാതിരി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഈ റെസിപ്പി വെൽ ബാലൻസ്ഡ് ആണ്. കാരണം ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് കാർബ്സിനായിട്ട് പൊട്ടറ്റോയും ഫൈബേഴ്സിനായിട്ട് കുറച്ച് സ്ട്രിംഗ് ബീൻസും നമ്മൾ സോത്ത ചെയ്ത് ഇതിനൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈസി, ടേസ്റ്റി, വെൽ ബാലൻസ്ഡ്, അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു നല്ല റെസിപ്പി തന്നെയാണ് ഇത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്മോക്ഡ് പാപ്രിക്ക, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, നല്ല നീരുള്ള ഒരു അരമുറി നാരങ്ങയുടെ നീര്, 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്ത 2 ചിക്കൻ്റെ ലെഗ് പീസ് നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളെ നൈഫ് കൊണ്ട് നന്നായിട്ട് നമ്മൾ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ്സ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ബട്ടർ മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പം നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് നമുക്ക് സോസ് പാനിലേക്ക് വെച്ച് ഓരോ സൈഡും 3 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് 3 മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ ഓരോ സൈഡും 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് സിൽവർ ഫോയിൽ എടുത്ത് ടേബിളിലേക്ക് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യാം. നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അടുത്തതായി നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഇതിൻ്റെ നടുക്ക് തന്നെ വെച്ചതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. അതുമാതിരി തന്നെ നമ്മുടെ പാത്രത്തിന് ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്തായി സിൽവർ ഫോയിലിൽ ഒരു ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുത്തതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ 4 സൈഡ് നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് എഴുതി അറിയിക്കാറുണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ ഓരോ ലൈക്സ് കൊടുക്കുന്ന വഴി നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ റെസിപ്പി എത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് തന്നെ ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത സെയിം പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം നമ്മളുടെ ഫോയിലിൽ കവർ ചെയ്ത ചിക്കൻ നമുക്ക് പാനിലേക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിൻ്റെ സൈഡിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുത്തതായി പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം 1 മണിക്കൂർ നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളിത് ഓരോ സൈഡും അരമണിക്കൂർ വീതമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ 30 മിനിറ്റ് നേരം ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് വെള്ളം കംപ്ലീറ്റ്ലി എവാപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം വീണ്ടും ഒരു 30 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ വീണ്ടും ഒരു 30 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനോടെ കഴിക്കാൻ പറ്റുന്ന സോത്ത ചെയ്ത സ്ട്രിംഗ് ബീൻസും അതിനോട് തന്നെ ഒരു പൊട്ടറ്റോ ഡിഷുമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം
ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത സ്ട്രിംഗ് ബീൻസ് നമുക്ക് ഇതിലേക്ക് ഇടാം. സ്ട്രിംഗ് ബീൻസ് ഇട്ടതിന് ശേഷം സീസൺ ചെയ്യാനായിട്ട് ഒരു പിഞ്ച് സോൾട്ട്, ഒരു പിഞ്ച് പെപ്പർ കൂടെ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ടോസ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് നമുക്കൊരു 1.5 മിനിറ്റ് നേരം നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്ട്രിംഗ് ബീൻസ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളുടെ സെയിം പാനിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. അതിന് കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 പൊട്ടറ്റോ കട്ട് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഏകദേശം നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇടാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ, ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 പിഞ്ച് ഉപ്പ്, കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രിംഗ് ബീൻസ് ഇട്ട അതേ പാത്രത്തിലേക്ക് നമുക്ക് നമുക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്ത ഈ പാത്രത്തിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടുത്തായി നമുക്കിതെങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് സെൻറ്ററിൽ തന്നെ വെക്കാം. അടുത്തായിട്ട് നമ്മുടെ സ്ട്രിംഗ് ബീൻസ് എടുത്ത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമ്മളുണ്ടാക്കിയ പൊട്ടറ്റോ കൂടെ നമുക്ക് സൈഡിലേക്ക് വെക്കാം. അലുമിനിയം ഫോയിലിൽ ബാക്കിയുള്ള നമ്മുടെ സോസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടെൻഡറും ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി തന്നെ നമ്മളുടെ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ബോണിൽ നിന്ന് ഫാൾ ഓഫ് ചെയ്യുന്ന മാതിരിയാണ്. ഇതുമാതിരി നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ നല്ല ടെൻഡറായിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ടൈം നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിലും ഈ എടുക്കുന്ന എക്സ്ട്രാ ടൈം വേർത്താന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റും. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത്. അതുമാതിരി തന്നെ ഒരു വെൽ ബാലൻസ്ഡ് ഉള്ള റെസിപ്പിയാണ്. നമുക്ക് കാർബ്സ്, പ്രോട്ടീന്, ഫൈബർ എല്ലാം നമുക്ക് ഈ ഒരൊറ്റ മീലിൽ നിന്ന് കിട്ടും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതാണ്. ഫുഡി ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാനായിട്ട് മറക്കാണ്ടിരിക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് വരെ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈഫ് വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.